സോ ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. സോ ഗൈസ്, നമ്മളിന്ന് ഉള്ളതെന്ന് പറയുമ്പോൾ മുംബൈയിലാണ് ഗൈസ്. മുംബൈയിൽ നമ്മൾ CSTയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, CSTയുടെ ഒരു അരമണിക്കൂർ ഇവിടെ നിന്ന് യാത്ര ഉണ്ട് ഗൈസ്. അരമണിക്കൂർ ആകുമ്പോൾ നമ്മൾ മുംബൈ CST എത്തും. സോ നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ട്രെയിൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ട്രെയിനിന് മുംബൈയിലെ കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും. മുംബൈ എന്ന് പറയുമ്പോൾ ഫുൾ ട്രെയിൻ തിരക്കാണ് ഗൈസ്. ഒടുക്കത്തെ തിരക്കാണ്, നിൽക്കാനേ പറ്റത്തില്ല. എങ്ങനെയൊക്കെ സൈഡിലൊരു കമ്പിയിൽ തൂങ്ങിക്കിടന്നാണ് CSTയിലോട്ട് പോകുന്നത്. ഓക്കെ, ഒരു 2-3 സ്റ്റേഷൻ കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ഇറങ്ങി പോകും ഗൈസ്. രാവിലെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് എല്ലാവരും ജോലിക്കും കാര്യങ്ങളൊക്കെ പോകുന്നതുകൊണ്ടാണ് ഇത്രയും തിരക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും ട്രെയിനിൽ പോകുമ്പോൾ അതിൻ്റെ സൈഡ് വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ മുംബൈ CST എത്തി ഗൈസ്. അരമണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ CSTയിൽ എത്തിയിരിക്കുകയാണ്. സോ CSTയിലുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. CSTയിലെ സ്റ്റേഷൻ എന്നൊക്കെ പറയുമ്പം പണ്ടത്തെ മറ്റേ രാജാവിൻ്റെ കൊട്ടാരം പോലെയാണ് CSTയിലെ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇത് ലോക്കൽ സ്റ്റേഷനാണ്. മെയിൻ സ്റ്റേഷൻ തൊട്ടപ്പുറത്ത് തന്നെയുണ്ട്. CSMT എന്നാണ് അതിൻ്റെ ഫുൾ ഫോം പറയുന്നത്. ഓക്കെ, CST എന്ന് നമ്മൾ ചുരുക്കത്തിൽ പറയുന്നുണ്ട്. സോ എന്തായാലും അവിടെയും നല്ല തിരക്കാണ് ഗൈസ്. ആളില്ലാത്ത ദിവസങ്ങളില്ല, എല്ലാ ദിവസവും ആളുകളാണ്. പിന്നെ അങ്ങനെ നമ്മൾ പോകുമ്പോഴാണ് അണ്ടർഗ്രൗണ്ട് ഉണ്ട് ഗൈസ്. CSTയുടെ സ്റ്റേഷൻ തൊട്ടപ്പുറത്ത് തന്നെ അണ്ടർഗ്രൗണ്ട്. സോ അണ്ടർഗ്രൗണ്ടിൽ കൂടി നമ്മളിങ്ങനെ പോകുമ്പോൾ ഇഷ്ടംപോലെ കടകൾ രണ്ട് സൈഡിലും കാണാം. എല്ലാ തുണി ഐറ്റംസും അതേപോലെ തന്നെ പിന്നെ നമ്മുടെ കളിപ്പാട്ടങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, സോ നമുക്ക് അതാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ ഫുൾ LED ബൾബാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫ്ലിക്കർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാമറയിൽ ബൾബ് ലൈറ്റ് കാണുമ്പോൾ തന്നെ വെട്ടി അല്ലാതെ അവിടുത്തെ ഡിസൈനും കാര്യങ്ങളൊന്നും അല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ആളുകളുടെ വൻ തിരക്കാണ് ഗൈസ് അവിടെ കൂടെ കാണുന്നത്. രാവിലെ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തേരപ്പര ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. സോ ആ ഒരു ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, തുണിക്കട, ഫ്രൂട്ട്സ് കട, അരിക്കട, തുണിക്കട, എല്ലാ കടയുണ്ട്. ഇനി ഇതുവഴി മറ്റേ ഇപ്പുറത്ത് പോണ്ടേ? അതുവഴിയല്ലേ? വേറെ വഴി. CST എക്സ്പ്ലോറിംഗ്. ഓ, ഇവിടെ നിന്നിട്ട് നല്ല വ്യൂ കേട്ടാ അത്. സോ അങ്ങനെ നമ്മൾ മുംബൈ CSTയിലെ മെയിൻ ആയിട്ടുള്ള ബിൽഡിങ്ങുകളാണ് നിങ്ങൾ കാണുന്നത്. പണ്ടത്തെ രാജാക്കന്മാർ പണിതതാണത്. ഓക്കെ, വിഷയം ഗൈസ് ഒന്നും പറയാനില്ല. അവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെയാണ് അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പണ്ടത്തെ രാജാവിൻ്റെ കൊട്ടാരമൊക്കെയാണ് ഇപ്പം നമ്മുടെ റെയിൽവേക്ക് വേണ്ടി കൊടുത്തതെന്നൊക്കെയാണ് ഓരോരുത്തർ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഓക്കെ, സോ എന്തായാലും വ്യൂ ഒക്കെ അടിപൊളിയാണ്. അവിടെ നല്ല തിരക്ക് കുറവാണ് ഗൈസ്. നമ്മൾ പോയ ദിവസം വലിയ തിരക്കില്ലായിരുന്നു. ഓക്കെ, സോ തിരക്ക് വളരെ കുറവായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ ഒടുക്കത്തെ വണ്ടികൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. സോ എന്തായാലും അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് കിടിലൻ വ്യൂ ആയിരുന്നു ഗൈസ്. ഒന്നും പറയാനില്ല, വിഷയം വ്യൂ ആയിരുന്നു. ഓക്കെ, നമ്മളിവിടെ പോകാനായിട്ട് പോവുകയാണ്. സോ CSTയിലെ മെയിൻ കൊട്ടാരം. വണ്ടിയൊന്നുമില്ല. അതെ, വണ്ടി കുറവ്. അല്ല, ഇവിടെയൊക്കെ വണ്ടി നിൽക്കാനാണ്. അതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റുമോ?
ബേക്കിലാണ്. അതിൻ്റെ പേരെന്തുവായിരുന്നു? കൊട്ടാരോ? എക്സ്പ്ലോറിംഗ് CST റെയിൽവേ സ്റ്റേഷൻ. ക്വാളിറ്റി ഉണ്ടോ? ചെറിയ ക്യാമറയിൽ ഇത്രയൊക്കെ ക്വാളിറ്റി നമ്മൾ പ്രതീക്ഷിച്ചാൽ വലിയ ഫാൻ. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇത്ര വലിയ ഫാൻ കാണില്ല. ഇവിടെ ഉണ്ട് വലിയ ഫാൻ. ഹെലികോപ്റ്റർ ഫാൻ. ഇവിടുത്തെ ഇന്റീരിയലൊക്കെ പണ്ടത്തെ രാജാക്കന്മാരുണ്ടാക്കിയത് അല്ലേ? മെയിൻ സ്റ്റേഷൻ അല്ലേ? മറ്റേ ലോക്കൽ സ്റ്റേഷൻ. ഇതിപ്പോ പണിതാണ് അല്ലേ? അത് കണ്ടാൽ തന്നെ അറിയാം. പണി നടന്നു അടുത്ത് കൊട്ടാരത്തിന് ഇടിച്ചു പൊളിച്ച് വേറെ എന്തൊക്കെ വയ്ക്കുന്നു ഇവിടെ. മെയിൻ എൻട്രൻസ്. അതെ CSTയിലെ മെയിൻ എൻട്രൻസ്. അവിടെ 1925 to 2025. ഈ വർഷത്തോടെ തീരുമോ? ആ ബോർഡ് ഇളക്കിയിട്ട് അടുത്ത വർഷം അതൊക്കെ അല്ലേ? അങ്ങനെ ഫ്രണ്ട് എൻട്രൻസിൻ്റെ അവിടെ കൂടെ നമ്മളിത് നടന്നു വരികയാണ്. അടുത്ത് ഇങ്ങനെ നടന്നു വരുമ്പം ഡബിൾ ട്രക്കർ കാണാം. ഡബിൾ ട്രക്കറിൻ്റെ സ്റ്റാൻഡ്. ഇവിടെ മിക്കതും ഡബിൾ ട്രക്കറാണെന്ന് തോന്നണം അല്ലേ? പണ്ടത്തെ ടാക്സി. കൊൽക്കത്ത പോയ ഷാലിമാർ പോകുമ്പോൾ പണ്ടത്തെ കാറ് കാണാൻ പറ്റും, ടാക്സി കാർ. മഞ്ഞ. ഇവിടെ ഇല്ല അങ്ങനെ. അതെന്തോ കെട്ടിടായിരിക്കും. വണ്ടി പോകും.
आपको तो प्रॉब्लम नहीं ना आयुष आने ഇവിടെ കൂടെ നമ്മൾ നടന്നു വന്നിട്ടുണ്ട് ആ കടയുടെ അവിടെ കൂടെ. പക്ഷെ ഇപ്പം എല്ലാം ഇവിടെ കുഴിച്ചിട്ടിരിക്കുന്നു. അടുത്ത പ്രാവശ്യം ഗേറ്റ് പോയിട്ട് വണ്ടി വരണോ നമ്മളെ പറഞ്ഞു ക്രോസിംഗ് മറ്റേ തെലുങ്ക് ഏതോ ഒരു സിനിമയിൽ പറയാം, എന്തിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ടാക്സി ഓടിച്ച് നടന്നു. ഓർമ്മ? അതെ അതെ, തെലുങ്കുമാരല്ല, അതെ അത് ഓർമ്മ വരുന്നു. ടാക്സി പറഞ്ഞിട്ട് രാവിലെ മിക്കും മൂലയും കൂടിയാണ് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പൗച്ച എന്തിന്? ബ്രഷ് ചെയ്തൊക്കെ സാലറി വന്നെങ്കിൽ ഇവിടെ പോകാം. അല്ല ഇന്ന് സാലറി വന്നെങ്കിൽ ഇവിടെ പോകാം. മാൾ ഡിമാർട്ടിൽ ക്യാമറ കൊണ്ട് കയറാം. മൊബൈൽ കൊണ്ട് മൊബൈൽ കൊണ്ട് വീഡിയോ എടുക്കാം, പക്ഷേ ക്യാമറ കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായി? അത് ഫോണിനെ കണക്ട് ചെയ്യണം. അതെല്ലാം ഫോണാണ്. ഇങ്ങനത്തെ സ്ക്രൂ ഉള്ളത് അത് ഈ സ്ക്രൂ അല്ല, അത് വേറെയാണ്. മറ്റേ ചേട്ടൻ്റെ കട എവിടെ? മുംബൈയിലെ ധാരാവി കൂടെ നമ്മൾ പോയിട്ടുണ്ടോ? ധാരാവി കേട്ടിട്ടുണ്ടോ? അതെ പോയിട്ടുണ്ടോ? ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? ടാക്സി ഓടിച്ച് നടന്നതാണ് ധാരാവി കൂടി. ഡ്രസ്സിൻ്റെ കട. തുടങ്ങുന്നതേ ഉള്ളൂ, കടയൊക്കെ സ്റ്റാർട്ടാവണതേ ഉള്ളൂ അല്ലേ? 12 മണിക്കാണ് കട തുടങ്ങുന്നത്. ഇതാണ് കട. മുംബൈയിലെ തെരുവുകളിൽ അടുത്ത് ഇവിടെ വന്നിട്ട് കേസ് വാങ്ങണം. ഇവിടെ വില കുറവ് സത്യമായ 8,500 പറഞ്ഞു. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ 8 പറഞ്ഞു. മനസ്സിലായോ? അവർക്ക് കയ്യിലില്ല, അവർ വേറെ എവിടെ നിന്നോ എടുക്കുന്നതാണ്. അപ്പോഴേ ആരെയും വിളിച്ച് ചോദിച്ചു. അല്ല പിന്നെ ഈ കട ഇപ്പൊ ഈ കട ഉണ്ടല്ലോ, കട വെളിയിലുള്ള കട എല്ലാം അവിടെ തന്നെ. ഓ സംഭവം മനസ്സിലായ അവർ വെളിയിലോട്ട് വന്നിരിക്കുന്നത്. കടയിൽ 100 രൂപ കുറച്ചാണ്, ഇവിടെ 100 രൂപ അധികം. പറഞ്ഞാൽ ആ കടയിലുള്ളത് അവർക്ക് ഇത് കൊടുക്കണം, അവനും കലക്ഷൻ കിട്ടണം, അവർക്ക് കൊടുക്കണം. ക്വാളിറ്റി പയ്യന്മാർക്കുള്ള ഗേൾസിനുള്ളത് ചെറിയ കുട്ടികൾക്ക് 3 വയസ്സ് കുട്ടികളോട് ചെറുതുണ്ടോ? ഇത് വർക്ക, ഇത് കൊള്ളാം. क्वालिटी अच्छा होता है.
നേപ്പാളിലെ സാധനമാണെന്ന് തോന്നുന്നു ഇതൊക്കെ. ഷട്ടിലൊക്കെ വന്ന് തുടങ്ങി. അങ്ങനെയുള്ളവർ മുംബൈ വരിക. ബാ. टोपी बड़ा नहीं टोपी कयोरा ടൈം എത്രയായി? 11 11. 11 ചെരുപ്പ് തയ്ക്കുന്ന കട. ഇത് സ്കൂളാണ്. ഇതല്ലേ സ്കൂള്? ATM ഇല്ല, ബാങ്ക്. ഇതാണ് സ്കൂൾ. സ്കൂളാണ് പുറത്ത് കൊണ്ടുപോകണമെങ്കിൽ ഐഡി വേണം. ഐഡി വേണം. ഓ നമുക്ക് ഐഡി വേണം. ഐഡി രാവിലെ ഇതെല്ലാം തടി വെച്ചുള്ള മെട്രോ നമ്മൾ പോകുകയാണ്. അങ്ങൊക്കെ കിട്ടില്ല. ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. അണ്ടർപാസ് മെട്രോ നടന്നു പോവാം. ഇനി നമ്മൾ മെട്രോ കയറി വരുമ്പോൾ ATM. Please hold the handrail and watch your step sector. ധാരാവിയുടെ തെരുവുകളിലൂടെ നമ്മളിതാ കയറാൻ പോവുകയാണ്. അടുത്ത പ്രാവശ്യം സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഫയർ സർവീസ് നോക്കിയാലോ? സോ നമ്മൾ എവിടെ എന്തോ ഫയർ സർവീസ് എവിടെ ഉണ്ട്? വണ്ടി നോക്കുമ്പോഴല്ലേ പേടിയാവും. അപ്പോൾ ഗൈസ്, നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത് ഏതെങ്കിലുമൊക്കെ സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ പോകാം. ഇന്നത്തെ എക്സ്പ്ലോറിങ് ഇത്രയേ ഉള്ളൂ ഗൈസ്. സോ ബൈ ബൈ.